ഹായ്, ഷാദിൻ ഹിയർ. സോ നമ്മളെ 2024 കോക്കാച്ചിനെ കുറിച്ചിട്ടുള്ള പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ കോക്കാച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ ക്രൗഡ് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ദ മെമ്പേഴ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഭയങ്കര കൂടുതലായിരുന്നു. സോ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന റൗണ്ട് റോബിൻസ് വാസ് വെരി ഗുഡ്. ബിക്കോസ് കുറച്ച് പേരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരിലേക്ക് ആ മെസ്സേജ് കൃത്യമായിട്ട് എത്തിക്കാം എന്നുള്ളൊരു പ്ലാനിൽ എടുത്തിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ് റൗണ്ട് റോബിൻസ് എന്നായി മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി വാസ് ഗുഡ്. ആൻഡ് എല്ലാ ആക്ടിവിറ്റീസും എന്തിന് കോർക്കാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ വർക്ക് സ്പേസിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് ഇഷ്യൂസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് ആകാനും, അതുപോലെ ഹൗ ടു ബി എ ബെറ്റർ ലീഡർ, അങ്ങനെ പല പോയിന്റ്സിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട പല ഏരിയാസ് ഉണ്ടാവും. സോ അത്തരം കാര്യങ്ങൾക്കൊരു എക്സാക്ട് ആൻസർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കോർക്കാച്ചിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാൻ പറ്റും. സോ അത് വലിയൊരു കാര്യമാണ്. ബിക്കോസ് മാത്രമല്ല ഇപ്പോൾ ലൈക്ക് ഇന്നിപ്പോൾ ടോട്ടലി നമ്മൾ ഓൾമോസ്റ്റ് റൗണ്ട് റോബിൻസിൽ ഒരു 5 സെഷൻസും അതുപോലെ രാഹുൽജീൻ്റെ ഒരു 2 സെഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ അത് ഓൾ സെഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് നമ്മൾ ഓഫീസിൽ കിട്ടുന്ന പല ഒബ്സ്റ്റക്കിൾസിനും നമ്മൾ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലീഡർ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീമിനെ ഒരു ബെസ്റ്റ് സക്സസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മെസ്സേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ അപ്സ്കിൽ ചെയ്യുന്നത്. സോ ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ ആൻഡ് താങ്ക് യു കോക്കാച്ച്.